പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം എത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിവ്യകാരുണ്യം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയില്ലാത്ത ദിവസങ്ങൾ എത്രത്തോളം അർത്ഥരഹിതമാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ ക്ഷണിക്കുന്നുമുണ്ട്. പക്ഷേ എത്രത്തോളം എൻ്റെ ജീവിതം അവിടത്തേക്ക് വേണ്ടി ഞാൻ യോഗ്യതയുള്ളതാക്കി തീർക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഓരോ വായനയും തമ്പുരാൻ ഏറ്റവും ഭംഗിയായിട്ട് തൻ്റെ അവസാന നാളുകളിൽ ശിഷ്യരോട് അല്ലെങ്കിൽ തന്നെ ഏറ്റവും വ്യക്തിപരമായിട്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് എഴുതുന്ന കാര്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, ശിഷ്യത്വത്തിന് ഒരു വിലയുണ്ട്. ആ ഒരു വിലയ്ക്ക് കാരണമാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് പീഡകൾ ഏറ്റുവാങ്ങി, സഹനങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി, അവസാനം കുരിശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാണിച്ചു തന്നു. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ ഈ ശിഷ്യത്തിൻ്റെ വിലയെപ്പറ്റി തമ്പുരാൻ ആവർത്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മാമോദീസായിലൂടെ ഈ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെ കടന്നു വരുമ്പോൾ, സൈലേപനത്തിലൂടെ ഈ ഒരു ജീവിതത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ഈ ശിഷ്യത്തിന് വില കൽപ്പിക്കാൻ കടപ്പെട്ടവനാണ് എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 46 മുതലുള്ള വാക്യത്തിൽ വളരെ ഭംഗിയായിട്ട് ഒരു ശിഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, അതിലുപരി എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് യഥാർത്ഥ ശിഷ്യൻ. സ്നേഹമുള്ളവരെ, ഇരു തിരുവരുളിക്കയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും വിദൂരങ്ങളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു നിമിഷമായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം അവിടുന്ന് എന്നോട് കരുണ കാണിച്ചു എന്നുള്ള കാര്യം, അതിലുപരി എത്രത്തോളം അവിടുന്ന് എന്നെ സ്നേഹിച്ചു എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഒരു സന്നിധിയിലേക്ക്, ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെടുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വില എന്ന് പറയുന്നതും അതിനൊരു അർത്ഥം എന്ന് പറയുന്നതും അവിടുത്തെ കൂടെ ആയിരിക്കാനുള്ള ഒരു വിളിയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം നമ്മുടെ ദിയോളം പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയുക, എത്രത്തോളം തമ്പുരാൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുലിഖിതത്തിലൂടെ നമ്മളോട് പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളും കരുണയുള്ളവരായിട്ട് തീരണം. സമരിയാക്കാരുടെ ഉപമയിൽ നീപഞ്ഞാൻ ഒരു ചോദ്യം ചോദിച്ച് തമ്പുരാൻ്റെ പക്കലേക്ക് എത്തുമ്പോൾ മറു ചോദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉത്തരം കൊടുക്കുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരോടും ഒരു ഉപമ പറഞ്ഞു വെക്കുമ്പോൾ അവരോരോരുത്തരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ആരായിരുന്നു ആ ഒരു മനുഷ്യന് യഥാർത്ഥ അയൽക്കാരൻ എന്നുള്ള കാര്യം. സമരിയാക്കാരൻ എന്ന പദം പറയാൻ പോലും അവിടെയുള്ളവർ മടിക്കുമ്പോഴും, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ശിഷ്യത്തിനെതിരായിട്ട് പലപ്പോഴും തൻ്റെ സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റാതെ പോകുന്നൊരു ബോധത്തിലായിരുന്ന ആ ഒരു ജനതയോടാണ് തമ്പുരാൻ ചോദിക്കുന്നത്, ആരായിരുന്നു ആ ഒരു മനുഷ്യന് യഥാർത്ഥ അയൽക്കാരൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ നിമിഷം ദൈവസന്നിധിയിലാകുമ്പോൾ ചുറ്റും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത്തിന് എതിരെ പോകുന്ന പലവിധ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ അയൽക്കാരനായിട്ട് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ മാറുന്നുണ്ടോ? കാരണം ആ ഒരു ചോദ്യത്തിന് വളരെ പ്രത്യേകമായിട്ട് ഉത്തരം പറയാമായിരുന്നെങ്കിലും ആ ഒരു മനുഷ്യനോട് കരുണ കാണിച്ചത് ആ ഒരു സമരിയാക്കാരനാണെന്ന് ബോധ്യം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നിട്ടും അവരുടെ ജീവിതത്തിലെ വെറുപ്പോ നീരസോ എന്തോ ആയിക്കൊള്ളട്ടെ,
അവർ പറയുന്നത് ആ മനുഷ്യനോട് കരുണ കാണിച്ചവനെന്നാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്നത് അതുതന്നെയാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവനായിരിക്കുക. ദൈവത്വമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ ജീവിതവും ദൈവികമായിട്ട് രൂപാന്തരപ്പെടുന്നതിൻ്റെ പാതയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ ക്ഷണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു ചെറിയ നിമിഷങ്ങൾ, സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു തന്ന ഈ നിമിഷങ്ങളിൽ അവിടുത്തെ കൂടെ ആയിരിക്കാനുള്ള വിളിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് കരുണയോട് ആയിരിക്കാനാണ്. അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ കരുണയുള്ളവനായിരിക്കാനാണ്. അവർ സമരിയാക്കാൻ്റെ ഉപമയിൽ അത്രയോ പേര് ആ ഒരു മനുഷ്യനെ പിന്തുടർന്ന് പോകുമ്പോഴും സുവിശേഷം വളരെ ഭംഗിയായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവരോരോരുത്തരും അവരെ നോക്കാതെ, അവനെ പരിചരിക്കാതെ, അവനെ ശുശ്രൂഷിക്കാതെ, അവൻ്റെ അടുക്കലേക്ക് ചെല്ലാതെ കടന്നുപോയി എന്നുള്ള കാര്യം. നിശേഷം അവർ ജീവിതത്തിൽ ശിഷ്യത്വത്തിന് വില കൽപ്പിക്കാതെ അവരോരോരുത്തരും മാറിപ്പോകുമ്പോഴും അവർ തന്നെ ശത്രുവായിട്ട് കരുതിയ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് അവർ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പെടാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സമരിയാക്കാരൻ അവിടെ കടന്നു വരുന്നു. എന്തുകൊണ്ട് അവർ മനുഷ്യൻ മാത്രം കടന്നു പോകാതെ അവൻ്റെ പക്കലേക്ക് ചെല്ലുന്നു? അവനെ കരുണയോടുകൂടി, അവർ കരുണ നിറഞ്ഞ മിഴിയോടുകൂടി അവരെ നോക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു. അവനെ ആ ഒരു നിമിഷം തന്നെ അവരെടുത്തുകൊണ്ട് അവർ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത്രത്തോളം ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യന് വേണ്ടി കരുണയുള്ളവനായിട്ട് മാറി എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു തന്ന ഈ ഒരു നിമിഷത്തിലും നമ്മുടെ ബോധ്യങ്ങളും മനോഭാവങ്ങളും ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. അത്രത്തോളം ഈ ഒരു പ്രേക്ഷിതത്തിന്, ഇതിൻ്റെ ശിഷ്യത്വത്തിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ വില കൽപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു ദീപജ്ഞൻ തൻ്റെ ജീവിതത്തിലെല്ലാം ശരിയാണ് എന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക്, ഗുരുവിലേക്ക് കടന്നു വരുമ്പോൾ, എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴും എല്ലാം ഓക്കെയാണെന്ന് പറയുമ്പോഴും അതിലുപരി ദൈവസന്നിധിയിലേക്ക് എന്തോ വ്യത്യാസത്തോടുകൂടി അവനും എന്തോ ചെയ്യാനുണ്ടെന്ന ബോധ്യത്തിൽ അവരോരോരുത്തരും മാറുന്നുണ്ട്. ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ചെയ്തികളും പ്രവർത്തികളൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രഥമമായ ഒരു പ്രേക്ഷിതം എന്ന് പറയുന്നത് അത് കരുണയോടുകൂടി വർത്തിക്കാൻ എന്നുള്ളൊരു ബോധ്യമായിരിക്കട്ടെ. ഈ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. എത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുണയോടുകൂടി വർത്തിക്കുന്നു? എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ എൻ്റെ അയൽവാസികളോ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഇടങ്ങളിലെ ഓരോ അംഗങ്ങളും ആരുമായിക്കൊള്ളട്ടെ, അവരോടെല്ലാം കരുണയോടുകൂടി വർത്തിക്കാൻ എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം. കാരണം ഈ ഒരു നിമിഷം തമ്പുരാൻ തൻ്റെ ഹൃദയം തന്നെ തുറന്ന് നമ്മൾ ഓരോരുത്തരോടും കരുണ കാണിച്ച നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ സ്വർഗം ആവർത്തിക്കപ്പെടുന്നതും അതേ കരുണ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ഈ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും, എത്രത്തോളം എൻ്റെ ജീവിതത്തെ ഈ സ്നേഹത്തിൽ ഞാൻ അകന്നു പോയാലും, ഈ കരുണ, ഈ സ്നേഹം എന്നെ തേടി വരുന്നുണ്ട്. ഈ സ്നേഹം എന്നെ ഓരോ നിമിഷം പൊതിയുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഈശോ അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ എത്രത്തോളം കാരുണ്യത്തോടുകൂടി അവിടെ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കായിരിക്കാം. ഒപ്പം ഈശോ നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഈ പ്രേക്ഷിത ദൗത്യം അത് മറ്റുള്ളവരോട് കരുണയോടുകൂടി ആയിരിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെയ്തികളോ പ്രവൃത്തികളോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവസന്നിധിയിലേക്ക് കരുണയോടുകൂടി വർത്തിക്കാൻ എന്നെ നിർബന്ധിക്കുന്നെങ്കിൽ ഞാനും ഈ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ എൻ്റെ ദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് കരുണ എന്നാണ്. സ്നേഹമുള്ളവരെ, ആ ഒരു ദൈവത്തെ ഞാൻ പിന്തുടരുമ്പോൾ, ആ ഒരു സ്നേഹത്തിലേക്ക് ഞാൻ വിളിക്കപ്പെടുമ്പോൾ
എൻ്റെ ജീവിതവും സർവവും ആ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളും തിരിച്ചറിയേണ്ടത് നമ്മളും കരുണയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ ജീവിതത്തിലും ഈ കരുണ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ബോധത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഒപ്പം ലൂക്കാസ് സുവിശേഷകൻ 6-ാം അധ്യായം 46 മുതലുള്ള വാക്യത്തിൽ പിതാവേ പിതാവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് യഥാർത്ഥ ശിഷ്യൻ. സ്നേഹമുള്ളവരെ, ശിഷ്യത്തിൻ്റെ വിലയെപ്പറ്റി തമ്പുരാൻ പറയുമ്പോൾ ആ ഒരു ശിഷ്യത്തിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന വിഷയങ്ങളിൽ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, ഓരോ നിയോഗങ്ങളിലും, ഓരോ വർത്തനകളിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം. എത്രത്തോളം ഈ സ്നേഹത്തിലേക്ക് എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരെയും ഞാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു ബോധത്തിൽ സ്നേഹമുള്ളവരെ ഈശോയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുടെ നാഥനാസ്വാദം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും മനകുമോ? നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, അർത്ഥനകൾ, ഹൃദയാഭിലാഷങ്ങൾ, സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനാസ്വാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.